ലൈവിലുള്ള എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ സുധാ സുരേന്ദ്രൻ, ഗുജറാത്ത്. എനിക്ക് ഈ യോഗയെക്കുറിച്ച് പറയുവാനുള്ളത്, ഈ യോഗ ചെയ്തത് കൊണ്ടുള്ള മാറ്റം, എൻ്റെ ശരീരത്തിനുണ്ടായ മാറ്റമാണ് ഞാനിവിടെ പറയുന്നത്. ഞാൻ കൂടുതൽ നാളൊന്നും ആയില്ല, ഒരു 2-2.5 മാസമേ ആയിട്ടുള്ളൂ. ഇപ്പോൾ അതിനു മുമ്പ് 1 മാസം ചെയ്തിട്ട് പിന്നെ 1.5 മാസത്തെ ഗ്യാപ്പ് വന്നു. എനിക്ക് നാട്ടിൽ പോകേണ്ടതായിട്ട് വന്നു. അപ്പോൾ അവിടെ ഗ്യാപ്പ് വന്നുകൊണ്ട് വീണ്ടും പിന്നെ ഞാൻ ജോയിൻ ചെയ്ത് ഇപ്പോൾ ഒരു 2 മാസമേ ആയിട്ടുള്ളൂ. ഈ 2 മാസം കൊണ്ട്, അല്ലെങ്കിൽ 2.5 മാസം കൊണ്ട് എനിക്കുണ്ടായ മാറ്റം എന്ന് പറയാൻ, എനിക്ക് വയറ്റിൽ ഗ്യാസിൻ്റെ വലിയ പ്രോബ്ലമാണ്. മിക്ക സാധനങ്ങളും എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. കഴിച്ചു കഴിഞ്ഞാൽ വയറ്റിൽ വലിയ പ്രശ്നമാണ്. അപ്പം എന്തായാലും ഈ യോഗ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ആ ഗ്യാസിൻ്റെ പ്രശ്നം പരിചിതം മാറിയിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. അതേപോലെ തന്നെ 1.5 വർഷത്തിന് മുമ്പ് ഞാനൊന്ന് വീണ്. വലതുകാലിൻ്റെ മുട്ടിന് അല്പം വേദനയുണ്ടായിരുന്നു. വലിയ വേദനയല്ല, ചെറിയ രീതിയിലെ വേദനയുണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ ആ വേദനയില്ല. അതേപോലെ തന്നെ ഉറക്കം എനിക്ക് വളരെ കുറവായിരുന്നു. 1 മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂറിൽ കൂടുതൽ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. പിന്നെ എനിക്ക് ഉറക്കം വരുന്നില്ലായിരുന്നു. അപ്പോൾ ഇപ്പം നല്ല ഉറക്കം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്. അതൊക്കെ ഈ യോഗ ചെയ്യുന്നത് കൊണ്ടുള്ള മാറ്റങ്ങളാണ് വന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതേപോലെ തന്നെ 2018 എനിക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. ഈ ഓപ്പറേഷൻ കഴിഞ്ഞു എന്ന് വിചാരിച്ച് പിന്നെ സ്റ്റോൺ വരത്തില്ല, അങ്ങനെയില്ല. ഉണ്ടാകുന്നവർക്ക് സ്റ്റോൺ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഈ 2018 ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഈ 25 വരെ കുറഞ്ഞതൊരു 8 പ്രാവശ്യമെങ്കിലും ഞാൻ സോണോഗ്രാഫി ചെയ്ത് നോക്കിയിട്ടുണ്ട്. അന്നേരം എല്ലാം എനിക്ക് ഒരു 3.2 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 5 ഒക്കെ വരെ എനിക്ക് സ്റ്റോൺ വന്നിട്ടുണ്ട്. ഈ 8 പ്രാവശ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 8 പ്രാവശ്യം സ്റ്റോൺ ഉണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ട് വന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരാഴ്ചയ്ക്ക് മുമ്പേ ഞാൻ ഒരു സോണോഗ്രാഫി ചെയ്തപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് വന്നത് സ്റ്റോൺ ഇല്ല, നോർമലായിരുന്നു. ഡോക്ടർ പറഞ്ഞു സ്റ്റോൺ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കാരണം ഈ യോഗ ചെയ്യുന്നത് കൊണ്ടാണ് എന്നുള്ള വിശ്വാസമാണ്. അല്ലെങ്കിൽ പിന്നെ ഈ 8 പ്രാവശ്യം ചെയ്തപ്പോൾ സ്റ്റോൺ ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം മാത്രം സ്റ്റോൺ ഇല്ലാതെ വരുമ്പോൾ നമ്മളത് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ രോഗങ്ങളെന്നല്ല, വലിയ രോഗത്തിനെ പോലും ചെറുത്ത് നിർത്താൻ യോഗയ്ക്ക് കഴിയും. യോഗ നല്ലൊരു കാര്യമാണ്. പിന്നെ ഈ 300 രൂപ ഫീസ് എന്ന് പറയുന്നത് നമുക്ക് സാധാരണക്കാർക്ക്, എന്നെ പോലുള്ളവർക്കൊക്കെ അതൊരു ഭാരമല്ല. 300 രൂപ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ 2000, 3000, 4000 രൂപയൊക്കെയാണ് ഫീസ് ചോദിക്കുന്നത്. ആത്മാർത്ഥമായിട്ട് ടീച്ചർ നമ്മളെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നുണ്ട്. ഒരു കൊച്ചു കുഞ്ഞുണ്ട്, ഒരു സ്കൂളിൽ പോകുന്ന കുട്ടിയുണ്ട്. ഇതെല്ലാം തരണം ചെയ്ത് വേണം നമ്മളെ കൊണ്ട് ഇത് ചെയ്യിക്കാൻ. അപ്പോൾ ആർക്കെങ്കിലും ആരോഗ്യം കിട്ടട്ടെ, അല്ലെങ്കിൽ അവരുടെ ശരീരത്തിനകത്തുള്ള അസുഖങ്ങൾ മാറട്ടെ എന്ന് വിചാരിച്ച് ആത്മാർത്ഥമായി തന്നെ ചെയ്യുന്നെന്നുള്ളത് ടീച്ചറുടെ സംസാരത്തിൽ നിന്നും അതുപോലെ പ്രവൃത്തിയിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ ഉറക്കം എനിക്ക് വളരെ കുറവായിരുന്നു. 1 മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂറിൽ കൂടുതൽ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. പിന്നെ എനിക്ക് ഉറക്കം വരുന്നില്ലായിരുന്നു. അപ്പോൾ ഇപ്പം നല്ല ഉറക്കം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്. അതൊക്കെ ഈ യോഗ ചെയ്യുന്നത് കൊണ്ടുള്ള മാറ്റങ്ങളാണ് വന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമസ്തേ മാം. ഒരു കാര്യം പറയാൻ മറന്നു പോയിട്ടുണ്ട്. എൻ്റെ കവള്, ഞാൻ കുറച്ച് ക്ഷീണിച്ചായിരുന്നു. അപ്പോൾ കവൾ ഇച്ചിരി അങ്ങ് ചൊട്ടിപ്പോയി, വല്യമ്മമാരുടെ കവള് പോലെ ആയിപ്പോയി. പക്ഷേ ഈ യോഗ ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ അതിന് വ്യത്യാസമുണ്ട്. ഇപ്പം നല്ല കവളുണ്ട്. പിന്നെ നമ്മളിത് കവൾ വരാനുള്ള യോഗ ചെയ്യുന്നുണ്ടല്ലോ.